കോടഞ്ചേരിയിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പങ്കെടുക്കുകയാണ്. ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. തത്സമയം പരിശീലനവുമായി ബന്ധപ്പെട്ട സ്റ്റേഡിയങ്ങൾ, അതുപോലെ കോച്ചിങ്ങുകൾ, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ വിപുലപ്പെടുത്തി വർദ്ധിപ്പിച്ച് അവർക്ക് മികച്ച പരിശീലനം ലഭിക്കുന്ന ഒരു സാഹചര്യം, അവർക്ക് അവസരങ്ങളുടെ ഒരു വലിയ ലോകം ഇവിടുത്തെ കുട്ടികൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. My brother has worked shoulder to shoulder with you. നിങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിന്നാണ് എന്റെ സഹോദരൻ പ്രവർത്തിച്ചിട്ടുള്ളത്. Just as you have supported him through his difficulties, he has tried his best to support you through your difficulties. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ അദ്ദേഹത്തെ പിന്തുണച്ചത്, അതുപോലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. I know that over here he has provided a building for the community-based disability management center. അവിടെ നിങ്ങളുടെ സമൂഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിന് വേണ്ടിയുള്ള സെന്ററിന് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടം പണി കഴിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട്. And smart classrooms. അതുപോലെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ. And he has tried to help also the tribal communities by sending vans for medical health care, by improving the PHCs and trying to get them upgraded. അതുപോലെ തന്നെ ആദിവാസി മേഖലകളിലെ ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി മൊബൈൽ വാനുകൾ ആരംഭിക്കുന്നതിലൂടെ അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. So I want to continue his work. I want to voice your grievances, your demands on every platform possible, in parliament, outside parliament. I want to fight for you, for your rights. I don't want you to continue in this situation where you have to beg for a medical hospital, where you have to beg for educational institutions, where you have to beg for what is rightfully yours. എന്റെ സഹോദരൻ ചെയ്ത പ്രവർത്തനങ്ങൾ എനിക്ക് തുടരണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിലും അതുപോലെ സാധ്യമായ എല്ലാ വേദികളിലും എനിക്ക് ശബ്ദമുയർത്തണം. നിങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, മെച്ചപ്പെട്ട റോഡുകൾക്ക് വേണ്ടി, ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് തുടരരുത്. അതിനുവേണ്ടി നമുക്ക് പോരാടണം. The relationship that you share with my brother is truly an example, and it is the foundation of all that is good in politics. നിങ്ങളും എൻ്റെ സഹോദരനുമായി പങ്കിടുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണോ ശരിയായിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ്. രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ അത്തരം ഒരു ബന്ധമാവണം. Where the leader respects you. കാരണം അതിൽ നേതാവ് ജനങ്ങളെ, നിങ്ങളെ ബഹുമാനിക്കുന്നു. He understands that his power comes from you. It belongs to you. നേതാവ് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അധികാരം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അധികാരമാണ്. ആ അധികാരം ജനങ്ങളുടേതാണെന്ന് നേതാവ് മനസ്സിലാക്കുന്നു. He deeply loves you. അദ്ദേഹം ആഴത്തിൽ നിങ്ങളെ, ഇവിടുത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. And this is the politics on which our nation was founded. ഇത്തരം ഒരു രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം കെട്ടിപ്പടുത്തിട്ടുള്ളത്. In which there is a deep respect for the public. ആ രാഷ്ട്രീയത്തിൽ ഈ രാജ്യത്തെ പൊതുജനങ്ങളോട് ആഴത്തിലുള്ള ഒരു ബഹുമാനമുണ്ട്. So for me it is a great honor to be standing here in front of all of you today as the UDF candidate in this election. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആദരവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. There is no greater privilege than the love you give me. നിങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തെക്കാൾ ഉപരിയായി, അതിലും വലുതായി എനിക്ക് മറ്റൊരു ഭാഗ്യവും കിട്ടാനില്ല. As a human being, there is no greater honor, no greater privilege than when you go and meet people, they smile, they feel happy to see you, they welcome you, they love you. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യവും ആദരവും എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ആളുകളെ കാണാൻ പോകുമ്പോൾ അവരുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നു. അവർ നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അതിലും വലിയൊരു ആദരവ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് കിട്ടാനില്ല. So you have already given my family and me much more than we could ever ask for. ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്നതിനപ്പുറം ഒരുപാട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇപ്പോൾ തന്നെ നിങ്ങൾ നൽകിയിട്ടുണ്ട്. If I have this chance to represent you in the parliament, it will be an honor and a privilege for me
to keep this relationship strong, to deepen it, to come to you, to come to your houses, to meet as many of you as possible, to understand your issues, your problems, and to try my best to resolve them for you. നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഒരു അവസരം നൽകുകയാണെങ്കിൽ നിങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ ആഴത്തിലുള്ളതാക്കുന്നതിനും ഞാൻ ശ്രമിക്കും. എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വരണം, കഴിയാവുന്നത്ര ആളുകളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. And I can truthfully tell you that I will not let you down. ഞാൻ സത്യസന്ധമായി എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. I met some people yesterday and they were from here only. They were telling me, I said, what are your expectations? So they were telling me that, there's one thing that somewhere people think maybe you will come, fight the election, and then you'll go to Delhi and it'll be very difficult to reach you and you won't come very often to Wayanad. ഇന്നലെ ഞാൻ കുറച്ച് പേരെ കണ്ടു. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അവർ പറയുന്ന ചിലരൊക്കെ ഇവിടെ പറയും, നിങ്ങളിവിടെ വന്ന് ഒരു ഇലക്ഷന് മത്സരിച്ചിട്ട് അങ്ങ് ഡൽഹിയിൽ തിരിച്ചു പോകും, നിങ്ങളെ കാണാൻ പറ്റില്ല, ഇങ്ങോട്ട് വരില്ല, നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആവശ്യമായി എത്തുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് ഇന്നലെ അവരെന്നോട് പറഞ്ഞത്. So I said, look, I'll tell you a small story. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കൂ, ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കഥ പറയാം. When my son was 13 years old, I went to leave him in a boarding school. എൻ്റെ മകന് 13 വയസ്സുണ്ടായിരുന്നപ്പോൾ എൻ്റെ മകനെ ഞാൻ ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർക്കാൻ പോയി. Because I thought he should learn how to be a little independent and strong. കാരണം തനിയെ സ്വന്തം കാര്യമൊക്കെ നോക്കാൻ പ്രാപ്തിയുള്ള ആളായിട്ട് എൻ്റെ മകൻ ജീവിക്കാൻ പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവിട്ടത്. My sisters, it was the most difficult thing I've ever done. എൻ്റെ സഹോദരിമാരെ ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതായിരുന്നു എൻ്റെ മോനെ കൊണ്ട് ബോർഡിംഗ് സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞത്. I think for 4 days I didn't even get out of my room. I just cried. നിങ്ങൾക്കറിയോ, 4 ദിവസം ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയേയില്ല, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. But I knew it was good for him. പക്ഷെ എനിക്കറിയായിരുന്നു ഞാനത് ചെയ്തത് എൻ്റെ മകനൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. And when I was leaving him, the principal of the school and his wife called me. They were British people. അത് ഞാൻ മോനെ കൊണ്ട് വിട്ടിട്ട് വരാൻ നേരത്തെ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ചു. അവർ ബ്രിട്ടീഷുകാരായിരുന്നു. എന്നെ വിളിച്ച് സംസാരിച്ചു. And they said, Mrs. Vadra, we've seen many parents from fancy families and they come and leave their children in school. And then the whole term passes, 4 months pass, they don't come and visit their children. അവരെന്താ പറഞ്ഞെന്നറിയോ മിസ്സസ് ഭദ്ര, നിങ്ങളെ പോലെയുള്ള വലിയ വലിയ വീടുകളിൽ നിന്ന് ആളുകൾ വന്നിങ്ങനെ പിള്ളേരെ ഇവിടെ കൊണ്ട് ചേർത്തിട്ട് പോകും. ഒരു ടേം കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞാൽ അവർ വന്നൊന്ന് തിരിഞ്ഞൊന്ന് നോക്കുകൂടിയില്ല പിള്ളേരെ. So they said, we have only one request for you, that at least on the parent teacher meeting you must come. അവർ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒറ്റ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ, നിങ്ങൾ ആ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിനെങ്കിലും ഒരു ദിവസമെങ്കിലും സ്കൂളിലൊന്ന് വരണേ. അതായിരുന്നു അവരുടെ ഒരേ ഒരു അഭ്യർത്ഥന. Now like these people who met me yesterday, who were saying maybe you won't come to Wayanad, they did not know their customer. കാരണം ഇന്നലെ വയനാട്ടിൽ നിങ്ങൾ വരില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞ ആളുകൾക്ക് അവരാരോടാണ് സംസാരിക്കുന്നത്, ആരാണെന്ന് അവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ശരിക്കും. By the time the 4 terms were over and my son had been in school for 4 months, again the principal called me. നിങ്ങൾക്കറിയോ, ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് 4 മാസം കഴിഞ്ഞു മോനെ തിരിച്ചു കൊണ്ടുവരാൻ വരുന്ന സമയമായപ്പോൾ വീണ്ടും ആ പ്രിൻസിപ്പൽ എന്നെ വിളിച്ച് സംസാരിച്ചു. So I thought, now what is the problem? അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം എന്താ പ്രശ്നം, ഇപ്പം എന്തിനാ അവരെന്നെ വിളിക്കുന്നത്? And he said, Mrs. Vadra, please stop coming so much. അന്നേരം എന്താ പറഞ്ഞെന്നറിയാം മിസ്സസ് വാദ്ര, ദയവേത് സ്കൂളിൽ ഇത്രയും പ്രാവശ്യം വരല്ലേ എന്നാണ് ഈ പ്രാവശ്യം പ്രിൻസിപ്പൽ പറഞ്ഞത്. Your son doesn't have to see you on every holiday. എല്ലാ അവധി ദിവസവും നിങ്ങൾ വന്ന് മോനെ കാണണ്ട, മോൻ എല്ലാ ദിവസവും നിങ്ങളെ കാണേണ്ട ഒരു ആവശ്യമില്ല. So I am telling you, whoever is telling you that you are not going to see me, you are going to be like the principal of the school and you will say, please, enough now, go and stay in Delhi for a little while. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കുറേ പേര് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കാണില്ല, ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പ്രിൻസിപ്പലിൻ്റെ കൂടെ നിങ്ങൾ എന്നോട് പറയുമ്പോൾ, ദയവേത് ഇത്ര പ്രാവശ്യം വയനാട്ടിലോട്ട് വരല്ലേ, നിങ്ങൾ കുറച്ച് ദിവസം ഡൽഹി പോയി നിൽക്കുന്നത് നിങ്ങൾ ഇനി എന്നോട് പറയാൻ പോവാണ്. Because I am a mother. കാരണം ഞാനൊരു അമ്മയാണ്. And I know all the mothers here will understand what I'm saying. കാരണം എനിക്കറിയാം ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും മനസ്സിലാവും ഞാൻ എന്താ പറയുന്നതെന്ന്. That when you have children, you forget what matters to you.
Only the children matter. കാരണം Only what their needs are, whether when they are sick or they need to do their homework or they are hungry or anything, no matter how tired you are, how much work you have, how many problems you have, you know as a mother you have to be there for your children. കാരണം ഒരു അമ്മയാവുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കാര്യം ഒന്നും നമുക്ക് പ്രധാനപ്പെട്ടതല്ല, നമ്മുടെ കുഞ്ഞുങ്ങളാണ് പ്രധാനപ്പെട്ടത്. അവർക്ക് വിശക്കുന്നുണ്ടോ, അവർ ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ, അവർക്ക് അസുഖമാണോ, അവർക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ എല്ലാ കാര്യം മറന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. And nobody understands responsibility, duty and sacrifice as well as women do. സ്ത്രീകൾക്ക് മനസ്സിലാകുന്നത് പോലെ മറ്റാർക്കും ഉത്തരവാദിത്വം എന്താണ്, കടമ എന്താണ്, ത്യാഗം എന്താണെന്ന് മറ്റാർക്കും മനസ്സിലാവില്ല. That's why we are stronger than all the men, huh? അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നത് എല്ലാ പുരുഷന്മാരെക്കാളും ശക്തരായിട്ടുള്ളത്. അതുകൊണ്ടാണ്. So I understand. When you welcome me into your home like a daughter, like a sister, like a mother, I understand what your love means. എനിക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു മകളെ പോലെ, ഒരു സഹോദരിയെ പോലെ നിങ്ങൾ എന്നെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. For me, each one of you is a duty, a responsibility, a strong bond of affection and love. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ കടമയാണ്. സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ ആഴമുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് എനിക്ക്. And I hope that you will give me the chance to be part of your happiness, part of your sadness, your troubles, to fight for you and to become your friend. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെയും നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും എല്ലാം ഭാഗമാകാനുള്ള, നിങ്ങളുടെ ഒരു സുഹൃത്താകാനുള്ള ഒരു അവസരം നിങ്ങൾ എനിക്ക് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Thank you very much again for being here. ഇവിടെ വന്നതിന് ഞാൻ വീണ്ടും നിങ്ങളോട് നന്ദി പറയുകയാണ്. For welcoming me and for giving me so much love. എന്നെ സ്വാഗതം ചെയ്യുന്നതിനും എനിക്ക് ഒരുപാട് സ്നേഹം നൽകുന്നതിനും ഞാൻ നിങ്ങളോട് വീണ്ടും നന്ദി പറയുന്നു. इस कार्यक्रम के बतौर मुख्य अतिथि पार्टी के राष्ट्रीय